അടിയുറച്ച ബി.ജെ.പി. നേതാവാണ് കൃഷ്ണകുമാർ ജി. കൃഷ്ണകുമാർ എന്നാണെങ്കിലും അദ്ദേഹത്തെ കൃഷ്ണകുമാർ ജി എന്നാണ് ബി.ജെ.പിക്കാർ വിളിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. പറയുന്നത് അതേപോലെ കേൾക്കും കൃഷ്ണകുമാർ. കൊല്ലത്ത് മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. അതിനു മുമ്പ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. ഇനിയിപ്പോൾ നേമത്ത് മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. പക്ഷേ കൃഷ്ണകുമാർ ജി ഇപ്പോൾ വിവാദങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. എൻ്റെ പാർട്ടിയിലുള്ള ചില നേതാക്കൾ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നതായി എനിക്ക് തോന്നുന്നു. CPM എന്നെ കുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും എനിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ എൻ്റെ പാർട്ടിയിലുള്ള ചില നേതാക്കൾ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. മടുത്തിരിക്കുന്നു കൃഷ്ണകുമാറിന്. കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പിൽ 3 ജീവനക്കാരികളും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയത്. അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് ലഭിച്ചു. ഏകദേശം 60 ലക്ഷത്തിലധികം രൂപയാണ് 3 ജീവനക്കാരികളും ചേർന്ന് അടിച്ചു മാറ്റിയത്. അടിച്ചു മാറ്റിയതിന് ശേഷം അവർ പത്രസമ്മേളനം നടത്തി കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അപമാനിക്കാനും അവരെ തേജോവധം ചെയ്യാനും ശ്രമിച്ചു. അപ്പോഴൊക്കെ ഒരു ചോദ്യം മാത്രം ബാക്കിയായിരുന്നു. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും ഇവർ എങ്ങനെ ഒരു കൂസലുമില്ലാതെ പത്രസമ്മേളനം നടത്തി? പത്രക്കാർക്കിടയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതൊക്കെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ കുടുംബം അതിവിദഗ്ധമായ രീതിയിൽ മൂവരെയും ട്രാപ്പിലാക്കി. ദിയയുടെ സ്ഥാപനത്തിന് വലിയ വരുമാനമില്ലെന്നും പിന്നെ എങ്ങനെ തങ്ങൾ 60 ലക്ഷത്തിലധികം രൂപ അടിച്ചു മാറ്റിയെന്നും അതൊക്കെയാണ് ഈ ജീവനക്കാരികൾ ചോദിച്ചത്. പക്ഷേ അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ, അവരുടെ വലിയ തറയിലുള്ള ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ കൃത്യമായി പണം അവർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അത് വ്യക്തമായതോടെ കൃഷ്ണകുമാറിനും കുടുംബത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരളമാകെ രംഗത്ത് വന്നിരിക്കുന്നു. സ്വരൂക്കുട്ടി വയ്ക്കുന്ന തുകയിൽ 1 രൂപ പോയാൽ പോലും വിഷമമാണ്. കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത്. വളരെ കഷ്ടപ്പെട്ട് ആ സ്ഥാപനം അവർ വളർത്തിയെടുത്തു. 3 ജീവനക്കാരികളെ വെച്ചു. അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. ഗർഭിണിയായ ദിയയ്ക്ക് കൃത്യമായ സമയത്ത് കടയിൽ വരാൻ സാധിക്കാത്തപ്പോൾ മൂവരെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു അവർ. പക്ഷേ 3 ജീവനക്കാരികളും ചേർന്ന് വലിയ തട്ടിപ്പാണ് ആ സ്ഥാപനത്തിൽ നടത്തിയത്. എന്തായാലും ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണകുമാർ സ്വീകരിച്ച രീതി അത് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ ശരിയുടെ പക്ഷത്താണ് കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെടുന്നവരാണ് അവർ. അതാണ് അവരുടെ പ്രത്യേകത. എന്തായാലും ദിയയുടെ സംഭാഷണം, ദിയ ജീവനക്കാരികളെ തെറി വിളിച്ചതൊക്കെ ജീവനക്കാരികൾ മാധ്യമങ്ങളെ കേൾപ്പിച്ചു, റെക്കോർഡ് ചെയ്ത്. ആരായാലും തെറി വിളിച്ച് പോകും. ലോണെടുത്ത് കടം വാങ്ങിയും ഒക്കെ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കുമ്പോൾ ആ സ്ഥാപനത്തിന് ജീവനക്കാരികളെ വയ്ക്കുമ്പോൾ ഒരു മുതലാളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉടമസ്ഥയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. തന്നെ കൊണ്ട് 3 കുടുംബം ജീവിക്കുന്നു, ആ 3 കുടുംബത്തോടൊപ്പം താനും ജീവിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങളാണ് ഈ 3 ജീവനക്കാരികൾ അട്ടിമറിച്ച് കളഞ്ഞത്. വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് മ്യൂസിയം പോലീസ് കണ്ടെത്തി. ഇപ്പോൾ ഈ ജീവനക്കാരികൾ മുൻകൂർ ജാമ്യം എടുക്കാൻ പോയിരിക്കുന്നു. എന്തായാലും അവരെ ഇതുവരേക്കും അറസ്റ്റ് ചെയ്യാൻ ഈ വാർത്ത വിടുന്നത് വരെ സാധിച്ചിട്ടില്ല. അവരോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് അവർ ഹാജരായിട്ടില്ല. അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് മ്യൂസിയം പോലീസ് പറയുന്നു. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് പറയുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പക്ഷേ അതിനിടയിലാണ് തൻ്റെ രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ ശ്രമിച്ച BJP നേതാക്കളെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത്. തന്നെ പിന്നിൽ നിന്ന് കുത്തിയത് CPM ആണെന്ന് കൃഷ്ണകുമാർ പറയുന്നില്ല, മാധ്യമങ്ങളാണെന്ന് പറയുന്നില്ല, തൻ്റെ തന്നെ പാർട്ടിയിലെ നേതാക്കളാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ വളർച്ചയിൽ അസഹിഷ്ണുത ചില നേതാക്കൾക്ക് ഉണ്ട്. അതൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നടിച്ചത്.
കൃഷ്ണകുമാർ കുറച്ചു കാലം മുമ്പ് BJP വിടും എന്നൊരു ശ്രുതിയുണ്ടായിരുന്നു. ഭീമൻ രഘുവും രാജസേനനും ഒക്കെ BJP വിട്ട് CPM-ൽ വന്നപ്പോഴും കൃഷ്ണകുമാർ BJPക്ക് പിന്നിൽ അടിയുറച്ചു നിന്നു. മോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടന്നു. പല വേദികളിലും കൃഷ്ണകുമാറിന് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ല. ഒരു തിരുവനന്തപുരത്ത് നടന്ന BJP സമ്മേളനത്തിൽ കൃഷ്ണകുമാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചതുപോലുമില്ല. സദസ്സിലിരിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അവസാനം ഏതോ ഒരു വകതിരിവുള്ള BJP നേതാവ് പറഞ്ഞു അദ്ദേഹത്തെയും കൂടെ പിടിച്ച് വേദിയിലിരുത്താൻ. പക്ഷേ കൃഷ്ണകുമാറിനെ വേദിയിലിരുത്താൻ പലരും വിമുഖത കാണിച്ചു. എന്തായാലും BJPക്ക് വേണ്ടിയല്ലേ കൃഷ്ണകുമാർ ഇതുവരെ നിലകൊണ്ടത്? BJPക്ക് വേണ്ടിയല്ലേ കൃഷ്ണകുമാർ ഇലക്ഷന് നിന്നപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പൈസ ഒരുപാട് ചിലവായെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. BJP ഫണ്ട് വന്നതൊക്കെ BJP നേതാക്കൾ വീതിച്ചങ്ങെടുത്തു. കൃഷ്ണകുമാറിന് കയ്യിൽ നിന്ന് പൈസയും ചിലവായി. എന്തായാലും BJP പറയുന്നത് കേട്ട് ഒരു ഭക്തനെ പോലെ, ഒരു അടിമയെ പോലെ കൃഷ്ണകുമാർ ഇതുവരെ പണിയെടുത്തു. ആ പണിയെടുത്ത കൃഷ്ണകുമാറിനാണ് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് BJP. ഈ 3 ജീവനക്കാരികളുടെ സ്റ്റേറ്റ്മെൻറ്റ്, പത്രങ്ങൾക്ക് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു കൂസലുമില്ലാതെയാണ് ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ തത്ത പറയുന്നത് പോലെ അവർ പറയുന്നത്. കൃഷ്ണകുമാറും മകൾ അഹാനയും ദിയയും ഒക്കെ ചേർന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരെ പറഞ്ഞു. അതൊക്കെ കൃഷ്ണകുമാർ ചെയ്തെങ്കിൽ അത് കൃഷ്ണകുമാർ നിയമപരമായി നേരിടാത്തത് കൊണ്ടാണ്. എന്തായാലും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. പക്ഷേ കൃഷ്ണകുമാർ ചെയ്തത് ഏതൊരച്ഛനും ചെയ്യുന്ന ഒരു സംഭവമാണ്. പൂർണ്ണ ഗർഭിണിയായ മകൾ, ആ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരച്ഛനും തകർന്നു പോകും. പ്രത്യേകിച്ചും കൃഷ്ണകുമാറും തൻ്റെ പെൺമക്കളും തമ്മിലുള്ള സുതാര്യമായ ബന്ധവും കൃഷ്ണകുമാർ അവരോട് കാണിക്കുന്ന വാത്സല്യവും ഒക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ തന്നെ അവരെപ്പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട്. സ്നേഹിത എന്ന് പറയുന്ന മാസികയിലും വെള്ളി നക്ഷത്രത്തിലും ഒക്കെ. കൃഷ്ണകുമാറിന് ജീവനാണ് പെൺമക്കളെ. അത്രയ്ക്ക് കരുതലോടെയാണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും അവരെ വളർത്തിയത്. 3 മക്കളും മിടുക്കികളുമാണ്. അഹാനയൊക്കെ നല്ല അഭിനേത്രിയാണ്, ദിയ നല്ല ബിസിനസ്സുകാരിയാണ്. അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കാൻ ദിയയ്ക്ക് കഴിയില്ലായിരുന്നു. എന്തായാലും ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ദിയയും കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ വിവാദമാക്കിയതാര്? ഇതിന് പിന്നിൽ നിന്നതാര്? ആരോ കൃഷ്ണകുമാറിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തം. അത് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു, വേറെ ആരുമല്ല. BJPക്കാർ തന്നെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. കാരണം കൃഷ്ണകുമാറിൻ്റെ വളർച്ചയിൽ പല BJP നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. BJPയിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന് കണ്ടാണ് ഭീമൻ രഘു CPM-ലേക്ക് ഒറ്റച്ചാട്ടം ചാടിയത്. രാജസേനൻ നേരെ CPM-ലേക്ക് വന്നത്. അവരൊക്കെ പറയുന്നത് BJPയിൽ നിന്നാൽ ഒരു രക്ഷയുമില്ല. BJP കേരള ഘടകത്തിന് കലാകാരന്മാരോട് ഒരാദരവുമില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു രാജസേനൻ. എന്തായാലും കൃഷ്ണകുമാറിനും കുടുംബത്തിനും എല്ലാവിധ പിന്തുണയും നൽകുകയാണ് പൊളിറ്റിക്സ് കേരളയും. കാരണം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, എനിക്കറിയാം കൃഷ്ണകുമാറിനെ. അദ്ദേഹം തൻ്റെ മക്കളോട് കാണിക്കുന്ന വാത്സല്യത്തെക്കുറിച്ചും എനിക്കറിയാം. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ സത്യം, ദിയയുടെ സത്യം പകൽ പോലെ വെളിച്ചമായിരിക്കുന്നു. 3 ജീവനക്കാരികളും ചേർന്ന് നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഇനി കൃഷ്ണകുമാർ BJPയിൽ തുടരുമോ എന്ന ചോദ്യവും വലിയ പ്രസക്തമാകും.